കർമ്മയോഗി, കർമ്മം കൊണ്ട് ജീവിതം ധന്യമാക്കിയ വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചന്റെ ആത്മീയ ജീവിതത്തിലൂടെ മലയാളത്തിന് അദ്ദേഹം നൽകിയ സാഹിത്യകൃതികളിലൂടെ ഒരു ആത്മീയ യാത്ര. കർമ്മയോഗി. വാഴ്ത്തപ്പെട്ടവൻ വിശുദ്ധൻ, മലയാള മണ്ണിന്നു അക്ഷരപ്രഭ തൂകിയോ. വാഴ്ത്തപ്പെട്ടവൻ വിശുദ്ധൻ, മലയാള മണ്ണിന്നു അക്ഷരപ്രഭ തൂകിയോ. അതീതർക്കു തുണയായി, അശരണർക്ക് അഭയമായി, അമലകൾക്ക് ആലംബമായി പങ്കുവെക്കുവാൻ, അബലകൾക്ക് ആലംബമായി പങ്കുവെക്കുവാൻ. പിടിയേരിക്കുമ്പിളായി ജന്മനാടിനു മോക്ഷമായി, പിടിയേരിക്കുമ്പിളായി ജന്മനാടിനു മോക്ഷമായി. കർമ്മയോഗിയ കർമ്മയോഗിയായി ചാവറ കുര്യാക്കോസ് പിതാവിനെ, ചാവറ കുര്യാക്കോസ് പിതാവിനെ വന്ദിക്കുന്നേ, വന്ദിക്കുന്നേ, വന്ദിക്കുന്നേ. തക്കിട്ട തക്ക ധിമി, തക്കിട്ട തക്ക ധിമി, തക്കിട്ട തക്ക ധിമി തോ തൈ തൈ തൈ. കൃപയൊടു നൽ കരുണാമയനായി കാത്തരുളും ഈശോ തന്നുടെ തിരുമുമ്പിൽ കൈകൂപ്പുന്നേ തുണയായി വരിക. തക്കിട്ട തക്ക ധിമി, തക്കിട്ട തക്ക ധിമി, തക്കിട്ട തക്ക ധിമി തോ തൈ തൈ തൈ. ഗുരുനാഥന്മാരും വരമായി സദസ്സിലെഴും ജനസഞ്ചയവും അനുഗ്രഹമായി വന്നു ഭവിപ്പാൻ മനമിയലേണേ. തക്കിട്ട തക്ക ധിമി, തക്കിട്ട തക്ക ധിമി, തക്കിട്ട തക്ക ധിമി തോ തൈ തൈ തൈ. 1805 ഫെബ്രുവരി 10. കീർത്തിയേലും കേരളത്തിൽ കേളി കേട്ട കുട്ടനാട്ടിൽ പമ്പാ നദി തീരത്തുള്ള കൈനകരിയിൽ നെൽപ്പാടങ്ങൾ തലയാട്ടും തെങ്ങോലകൾ പിളി നിർത്തും പച്ചയായ ഗ്രാമത്തിലായി പിറന്നു നാഥൻ. മഹിമ സ്നേഹമാമോദീസ നൽകിയുള്ള പകലോ മറ്റത്തായി വഴിയിൽ വളർന്നു ദേവൻ. മീനപ്പള്ളി തറവാട്ടിൽ ചാവറ കുടുംബത്തിലെ കുര്യാക്കോ മറിയത്തിൻ പുത്രനായല്ലോ. തൈതാരോ തയ്യത്തോ തയ്യത്തകതോ, തൈതാരോ തയ്യത്തോ തയ്യത്തകതോ, തൈതാരോ. നല്ലുമ്മ നൽകി അമ്മയോതി കുഞ്ഞിനെ നന്മയെ കാത്തിടേണം. ഉള്ളതു മാത്രം പറഞ്ഞിടേണം, പൊള്ളയായുള്ളത് തള്ളിടേണം. കുരിശുവരക്കേണം, ജപമാല ചൊല്ലേണം, സൽക്കർമ്മം ചെയ്തു
1805 ഫെബ്രുവരി 18 ചേന്നങ്കരി പള്ളി. ചേന്നങ്കരി ഇടവകയുടെ വികാരിയായ ഞാൻ കുര്യാക്കോ മറിയം ദമ്പതികളുടെ മകനായ ഈ കുഞ്ഞിന് ഇവന്റെ പിതാവിൻ്റെ പേരായ കുര്യാക്കോസ് എന്ന് നാമകരണം ചെയ്യുന്നു. ദൈവമാതൃഭക്തയായ മറിയം തൻ്റെ പൊന്നോമന പുത്രനെ പ്രസിദ്ധമായ വെച്ചൂർ പള്ളിയിൽ ദൈവമാതാവിന് അടിമവെച്ചു. ദൈവമാതാവേ, എൻ്റെ കുര്യാക്കോസിനെ അമ്മയുടെ കരങ്ങളിലൂടെ ഞാൻ ഈശോയിലേക്ക് സമർപ്പിക്കുന്നു. ഇനി ഇവന്റെ ആത്മീയ ജീവിതത്തിലെ അമ്മ അവിടുന്നാണ്. അമ്മേ, മാതാവേ, ബാലനായ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയിൽ ജീവിച്ചതുപോലെ ഞാനും അമ്മയുടെ കരങ്ങൾ പിടിച്ച് ഈശോയുടെ പാത പിന്തുടരുന്നു. അങ്ങോട്ട് മാറി നിൽക്കുക. ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അങ്ങോട്ട് പോവും, അങ്ങോട്ട് പോവാൻ പറഞ്ഞ ഇങ്ങോട്ട് വരും. അനുസരണ എന്ന് പറയുന്നത് അങ്ങോട്ട് അടുത്തേക്കട പോയിട്ടില്ല. ആ സത്തുക്കള് എന്താ കുര്യാക്കോസേ? മോനെ, എഴുത്തിനിരുത്താൻ വന്നതാ. അസലായി ഈ കുരുത്ത കെട്ടേറ്റങ്ങളുടെ കൂട്ടത്തിലാ. എന്റെ അപ്പനും അമ്മയും എന്നെ നല്ല ദൈവഭയത്തിലാ വളർത്തിയത്. ഞാൻ വഴിതെറ്റി പോവില്ല. മിടുക്കൻ കുട്ടി ഇങ്ങോട്ട് വരിക. നന്നായി വരും. സംസ്കൃതവും മലയാളവും ചെന്തമിഴും തൻ ചുണ്ടിൽ അഴകൊഴുകും മൊഴിയായി അറിവായി മാറി തിരിതെളിയും മലയാള മണ്ണിന്റെ തികവിന്ന് അക്ഷരമല്ലാതെന്തെന്നേ തോന്നി. തകൃതാം തക തക തകൃതാം തകൃതാം തക തക തകൃതാം. പിന്നിട്ട് 6 വർഷങ്ങൾക്ക് ശേഷം പാലക്കൽ തോമാ മൽപ്പാനച്ചൻ കുര്യാക്കോസിനെ കണ്ടുമുട്ടി. ഇസ്രായേലിൻ പുതുരാജകുമാരനെ തേടി നടന്നു പ്രവാചകൻ. ബാലനായുള്ളൊരു ദാവീദിനെ കണ്ടു ഹിതമായി തോന്നി. പാലക്കൽ തോമാ മൽപ്പാനച്ചൻ ദൈവപുത്രനാണെന്നേ ചൊല്ലി വീടിൻ പുണ്യമം കുഞ്ഞിളം പൈതൽ നാടിൻ വിളക്കായി പ്രഭ ചൊരിഞ്ഞു. വീടിൻ പുണ്യമം കുഞ്ഞിളം
പുരോഹിതൻ നാടിൻ വിളക്കായി പ്രഭ ചൊരിഞ്ഞു. അച്ചോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മറിയം, കൊച്ചു കുര്യാക്കോസിന് സെമിനാരിയിൽ ചേർത്താലോ എന്നൊരാലോചന. അവന് 10 വയസ്സ് മാത്രമല്ലേ ഉള്ളൂ. ഈ വീടിന്റെ വിളക്കല്ലേ അവൻ. ദൈവഹിതം അതാണെങ്കിൽ തടസ്സം നിൽക്കുന്നതിൽ എന്തർത്ഥം? ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ അമ്മ ദൈവമാതാവാണ്. വേദനയെല്ലാം ഉള്ളിലൊതുക്കി ദൈവപുത്രനെ മനസ്സിലോർത്ത് മാനവമോക്ഷത്തിനായി പൊന്മകനെ യാത്രയാക്കും നേരം അമ്മ ചൊല്ലി, ഇനി നിന്നമ്മ ദൈവമാതാ, ഇനി നിന്നമ്മ ദൈവമാതാ. മൽപ്പാനച്ചനിൽ നിന്നും പ്രിയ ശിഷ്യൻ പള്ളിപ്പുറം സെമിനാരിയിൽ വെച്ച് ദൈവശാസ്ത്രം, തത്വശാസ്ത്രം, സുറിയാനി, ലത്തീൻ, പോർച്ചുഗൽ, ഇറ്റാലിയൻ ഭാഷകൾ സ്വായത്തമാക്കി. ഷെമ്മാശനായി. എന്നാൽ നിശ്ചയമാകാം അല്ലിൽ വിധി വൈരുദ്ധ്യങ്ങളാവാം. ക്രൂരപ്പകർച്ച വ്യാധിയിൽ നാടൊട്ടും മരണം വിതയ്ക്കുന്ന നാളിൽ ചാവറ കുടുംബം വേരറ്റുപോയി ദാരുണമായതു കേൾക്കൂ. ചാവറ കുടുംബം വേരറ്റുപോയി ദാരുണമായതു കേൾക്കൂ. കുര്യാക്കോസേ, നിന്റെ അപ്പനും ജ്യേഷ്ഠനും അമ്മയും മരിച്ചതോടെ ചാവറ തറവാടിന് നാഥനില്ലാതെയായി. നിന്റെ ജ്യേഷ്ഠൻ ജോസഫിന്റെ ഭാര്യ ഒരു കൈക്കുഞ്ഞുമായി ജീവിതത്തിനു മുമ്പിൽ പകച്ചു നിൽക്കുന്നു. അതും ഒരു പെൺകുഞ്ഞ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ തറവാട്ടിലേക്ക് തിരിച്ചു വരണം, വിവാഹം കഴിക്കണം. ഇല്ല, ഞാൻ ദൈവത്തിന്റെ വഴി എന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനാവില്ല. കുര്യാക്കോസേ, ഈ ഇളയപ്പന്റെ വാക്ക് നീ വെട്ടിമുറിച്ച അറ്റുപോകുന്നത് നമ്മൾ തമ്മിലുള്ള രക്തബന്ധമായിരിക്കും. അത് മറക്കണ്ട. ചാവറ കുടുംബത്തിലെ എല്ലാ അവകാശങ്ങളും തൻ്റെ സഹോദരിക്കും ഭർത്താവിനും കൈമാറിക്കൊണ്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് ശക്തി സംഭരിച്ച് ഈശോയുടെ വിശ്വസ്തനായ പുരോഹിതനാകാൻ കുര്യാക്കോസ് ഉറച്ച തീരുമാനമെടുത്തു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം കർമ്മനിരതമായിരുന്നു. 1829 നവംബർ 29 തീയതി തൻ്റെ 24-ാമത്തെ വയസ്സിൽ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ പള്ളിയിൽ വച്ച് പുരോഹിത പട്ടം സ്വീകരിച്ചു. അന്ധകാരമകറ്റിടുവാൻ അക്ഷരങ്ങൾക്കുയിർ നൽകാൻ പള്ളിയോട് കൂടെ വേണം പള്ളിക്കൂടങ്ങൾ. എല്ലാ പള്ളികളോടും ചേർന്ന് അറിവിന്റെ നിറകുടങ്ങളായ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണമെന്ന് ചാവറയച്ചൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. പുസ്തകങ്ങൾ വായിച്ച് പിച്ച വച്ച് വളരേണം, അച്ചുകൂടം സ്ഥാപിച്ചു ചാവറയച്ചൻ. 1846 മാന്നാനാം കുന്നിൽ ചാവറയച്ചൻ ആദ്യത്തെ അച്ചുകൂടം സ്ഥാപിച്ചു. കയങ്ങളിൽ കണ്ണീരൊപ്പാൻ വന്നോക്ക് തുണയേകി ചാവറയച്ചൻ മഠങ്ങൾ തീർത്തു, കന്യാമഠങ്ങൾ തീർത്തു. 1866 ഫെബ്രുവരി 13 കൂനമാവിൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമത്തിൽ കേരളക്കരയിൽ ആദ്യ കന്യാമഠം സ്ഥാപിതമായി. പിടിയരി മാറ്റിവെച്ച് നിർധനർക്ക് പങ്കുവയ്ക്കും എന്ന തത്വം പഠിപ്പിച്ചു ചാവറയച്ചൻ. ഉള്ളതിന്റെ ഒരു വിഹിതം ഇല്ലാത്തവന് നൽകാനായി വേദനിക്കുന്നവന് ആശ്വാസവും വിശക്കുന്നവന് അപ്പവും നൽകുവാൻ പിടിയരി സമ്പ്രദായം ആരംഭിച്ചു. വാർദ്ധകത്തിൽ അഭയമില്ലാതലയുന്നോർക്കാശ്രയമായി ജീവിതത്തിൽ നില കിട്ടാതുഴലുന്നോർക്കും
മതിഭ്രമ പിശാചിന്റെ കരങ്ങളിൽ പിടഞ്ഞോർക്കും കൈത്താങ്ങായി വന്നു അച്ഛൻ അത്താണിയായി. 1869 വൃദ്ധർക്കും അഗതികൾക്കും രോഗികൾക്കും ആലംബഹീനർക്കുമായി കൈനക്കരിയിൽ ഉപവിശാല അഗതി മന്ദിരം സ്ഥാപിച്ചു. സവർണ്ണ കുലങ്ങൾ മാത്രം ഗ്രഹിച്ച സംസ്കൃതത്തിനെ ജാതിമത ഭേദമന്യേ പകർന്നിടുവാൻ ഭീതിയില്ലാതന്നു നാടിൻ മുന്നിൽ വന്നു ചവറയച്ചൻ ദേവഭാഷയ്ക്കായി വിദ്യാ കോവിലും തീർത്തു. ഋഷിമാരുടെ പുണ്യഭൂമിയായ ഭാരതത്തിൽ സ്നേഹസംസ്കാരത്തിന്റെ ഭദ്രദീപം കൊളുത്തി ഉച്ചനീചത്വത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് മോചനത്തിനായി സർവമനുഷ്യർക്കുമായി സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. മലയാള ഭാഷ തന്റെ മഹിമയിൽ ഉൾക്കാമ്പി കൃതികൾ ചമച്ചു കാവ്യസുരഭീലങ്ങൾ അതു പാടി സദസ്സിനെ അറിയിക്കാൻ വരും ഞങ്ങൾക്കനുഗ്രഹം നൽകണം ജനസമക്ഷം. അനുഗ്രഹം നൽകണം ജനസമക്ഷം. മലയാളത്തിന് അദ്ദേഹം നൽകിയ സാഹിത്യ സംഭാവനകൾ മലയാളിക്ക് മറക്കാനാവാത്തതാണ്. മലയാളത്തിന്റെ ആദ്യ ഖണ്ഡകാവ്യം അനസ്താസ്യയുടെ രക്തസാക്ഷ്യം ചാവറ പിതാവിന്റെ ആത്മീയ ജീവിതത്തിൽ പൊൻതൂവലായി. പാടിടാം ഞങ്ങൾ പാടിടാം ഞങ്ങൾ ചാവറയച്ചന്റെ തിരുകൃതികൾ പാടിടാം ഞങ്ങൾ പാടിടാം ഞങ്ങൾ ചാവറ പിതാവിൻ തിരുവചനങ്ങൾ. മലയാളത്തിൻ ആദ്യ ഖണ്ഡകാവ്യം അനസ്താസ്യയുടെ രക്തസാക്ഷ്യം. മലയാളത്തിൻ ആദ്യ ഖണ്ഡകാവ്യം അനസ്താസ്യയുടെ രക്തസാക്ഷ്യം. അനസ്താസ്യയുടെ രക്തസാക്ഷ്യം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്റെ കവിതകൾ എന്തുകൊണ്ട് നിന്ദിതരെയും പീഡിതരെയും കുറിച്ച് പറയുന്നു? ലോകത്തിലെ ക്ലേശവും ദുഃഖവും സ്വയം ഏറ്റെടുക്കാനാണ് യേശുദേവൻ കുരിശു വഹിച്ചതും കുരിശു വരിച്ചതും. പിന്നെ ഞാൻ ആരെക്കുറിച്ച് പാടേണ്ടു, ആരെക്കുറിച്ച് പറയേണ്ടു? അത്ഭുതമായി വിളങ്ങുന്ന സോഫിയ എന്നുള്ള ശ്രേഷ്ഠ ചൊൽപേരിയ റോമാ തന്നിൽ ഭജിക്കും കാലം. അനസ്താസ്യ എന്ന പൈതൽ പുതു കന്യഗണത്തോടെ അണച്ചു ചേർപ്പതിനായിട്ടുണർത്തിച്ചപ്പോൾ അമ്മ സോഫ്യ പ്രിയ മാതാ സ്നേഹമോടെ മകളായി അങ്ങവളെ ചേർത്തു തന്റെ പുണ്യകേതത്തിൽ. ഏതു കണ്ടാത്തതിൽ തന്നെ വളർത്തും ഗുരുത്തിയമ്മ എടുത്തു ചേർത്തതി സ്നേഹം പുലർത്തി വന്നു. പരസ്പര സ്നേഹമാണ് നമ്മുടെ ബലം. ആശ്രമത്തെ ബലവത്തായി മാറ്റുന്നത് മതിലല്ല, അന്തേവാസികൾ പാലിക്കും ബന്ധുര സ്നേഹം താനല്ലോ. നവസന്യാസിനിമാർക്ക് പരിശീലനം നൽകിയിരുന്ന സോഫിയായുടെ പുണ്യാശ്രമത്തിൽ പൊന്നും തങ്കവും മാണിക്യക്കല്ലുകളും മണ്ണിനു തുല്യം പരിത്യജിച്ചുകൊണ്ട് കുലീനയായ അനസ്താസ്യ കന്യാവസ്ത്രമനുഷ്ഠിച്ച് ശാന്തജീവിതം നയിച്ചു പോന്നു. പുകഴ്പെറ്റ കുടുംബത്തിലെ അംഗമായ അവൾ കണ്ണടക്കത്തോടെ ആധ്യാത്മിക ചിന്തയിൽ മുഴുകി കഴിഞ്ഞു. പ്രസിദ്ധിപെറ്റ റോമാ സാമ്രാജ്യം ഏകചക്രവർത്തി വലേരിയൻ ചക്രവർത്തി അടക്കി വാണ കാലം. സോഫിയയുടെ ആശ്രമത്തിൽ കഴിയുന്ന അനസ്താസ്യ എന്ന പെൺകുട്ടിയെ താമസം വിനാ കൊണ്ടുവരുവാൻ മന്ത്രി മുഖ്യൻ പ്രഭോയുടെ കൽപ്പനയുണ്ടായി. അർപ്പിത ജീവിതത്തിന്റെ മൂല്യമെന്തെന്നറിയാത്ത രാജകിങ്കരന്മാർ അനസ്താസ്യയുടെ ശരീര സൗന്ദര്യം ദർശിച്ചു. അവർ മോഹം കൊണ്ട് അന്ധന്മാരെ പോലെയായി. സത്യമത വിശ്വാസിയായ അനസ്താസ്യ എന്ന സുന്ദരി ഇവിടെയുണ്ടല്ലോ. എത്രയും വേഗം അധികാര സഭയുടെ സമക്ഷത്തിൽ അവളെ ഹാജരാക്കുവാൻ രാജകൽപ്പനയുണ്ട്.
അല്ലയോ സ്നേഹധനയായ പുത്രി, ഇതാ നിന്റെ ഭാഗ്യം നിറഞ്ഞ മണവാളൻ സ്നേഹപൂർവം വിളിക്കുന്നു, യാത്രയായാലും. നീ അത്യാശയോടെ കരം നീട്ടി മാറോടണച്ച സ്നേഹമണവാളനായ ക്രിസ്തുദേവന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറാകുക. മുടിപ്പാനായി ഉണ്മയോടെ ധരിത്രിയിൽ ഭംഗിയേറും കൊടിയേന്തി വന്തിരിയേറി മെച്ചമേറും കിരീടത്തെ വച്ചു ചൂടി ശിരസിനെ അർച്ചനയായി അണച്ചു തൻ ജീവനും കൂടെ. മണ്ണിലുള്ള മണവാന്മാരല്ല നിന്നെ സ്നേഹഭർത്ത ഉന്നതൻ നിന്നോടു കൂടെ എന്നു നീയോർക്ക. എന്നു ചൊല്ലി പുണ്യസോപ്യ സ്നേഹമകൾ കന്നി തന്നെ നന്ദിയോടെ മുത്തിവിട്ടു ധൈര്യമോടപ്പോൾ. സ്നേഹമോറും പുണ്യകന്നി വേഗമോടെ പുറപ്പെട്ടു ആ മഹാനഗരി റോമാ തെരുവിൽ കൂടെ. ചെന്നണഞ്ഞു മന്ത്രി പക്കൽ പുണ്യ പൈതലതു നേരം മന്ദഹാസത്തോടു നിന്നു ധൈര്യമാവണ്ണം. മന്ദഹാസത്തോടു നിന്നു ധൈര്യമാവണ്ണം. അല്ലയോ സുന്ദരി, നിന്റെ ആദരണീയ നാമം എന്താണ്? എന്റെ മാതാപിതാക്കൾ വിളിക്കുന്ന നാമം അനസ്താസ്യ എന്നാണ്. എന്റെ ശോഭനീയ നാമം ക്രിസ്ത്യാന എന്നാണ്. സ്നേഹമുള്ള മകളെ, നിന്റെ ഗോത്രത്തിന്റെ ശ്രേഷ്ഠതയും അനുരാഗം ജനിപ്പിക്കുന്ന മേനിയഴകും നിന്റെ ഗുണഗണങ്ങളും എല്ലാം കൂരിരുളിലേക്ക് തള്ളിക്കളയുവാൻ മാത്രമേ നിന്റെ ക്രിസ്ത്യാന എന്ന നാമം ഉപകരിക്കൂ. അല്ലയോ മന്ത്രി പൊങ്കവ, ക്രിസ്ത്യാന എന്ന കുലീന നാമം എന്റെ ഹൃദയേശ്വരനായ യേശുവിന്റെ ഗോത്രനാമമാണ്. ജൂപ്പിറ്റർ ദേവനെ ഉചിതമാവണ്ണം നീ ആരാധിക്കുകയാണെങ്കിൽ സകലവിധ സൗഭാഗ്യങ്ങളും നിനക്ക് കരഗതമാകും. ഞാൻ സ്നേഹപുരസ്സരം കൽപ്പിച്ച കാര്യങ്ങൾ നീ അനുസരിക്കുന്നില്ലെങ്കിൽ ക്രൂരമായ ശിക്ഷാവിധികൾ നിന്നെ കാത്തിരിക്കുകയാണ്. വധശിക്ഷ നൽകുക എന്നത് വിനോദമായി കരുതുന്ന നിങ്ങളെ എനിക്ക് തെല്ലും ഭയമില്ല. ഏ ചാരുശീലേ, സുന്ദരഗാത്രി, ഈ റോമാ സാമ്രാജ്യത്തിന്റെ മന്ത്രിമുഖ്യൻ തന്റെ സർവ്വ സൗഭാഗ്യങ്ങളും നിനക്ക് മുന്നിൽ അടിയറ വയ്ക്കുന്നു. സന്യാസഗേഹമല്ല, സർവ്വ സൗഭാഗ്യങ്ങളോടും കൂടിയ മന്ത്രിമന്ദിരമാണ് നിന്നെ കാത്തിരിക്കുന്നത്. ഹേ മന്ത്രി പൊങ്കവ, താങ്കളുടെ ഔദാര്യം തള്ളിക്കളയുവാൻ ശക്തി തന്ന എന്റെ ദൈവം താങ്കളുടെ പീഡനങ്ങൾ സഹിക്കുവാനും എനിക്ക് ശക്തി പകർന്നു തരും. കന്നി തന്റെ മറുമൊഴി കേട്ടുടനെ മന്ത്രി വീരൻ ഒന്നി തന്റെ മോഹമൊന്നും ഫലിക്കില്ലൊട്ടും. ക്രൂരഭാവം നടിച്ചവൻ ചക്ഷു രണ്ടും ചുവപ്പിച്ചു ക്രോധവീര്യാൽ മുഖം സൂര്യമേഘമായി മൂടി. കടുത്തൊരു സിംഹവ്യാഘ്രം കയർപ്പെന്ന സമമായി തടുത്തു കന്നിയിൻ മുഖത്തടിച്ചതപ്പോൾ. വലേരിയൻ ചക്രവർത്തിയുടെ സജീവ മുഖ്യനായ പ്രബോയെ തള്ളിപ്പറഞ്ഞതിലൂടെ മഹത്തായ റോമാ സാമ്രാജ്യത്തെയും വലേരിയൻ ചക്രവർത്തിയെയും നമ്മുടെ ജൂപ്പിറ്റർ ദേവനെയും അധിക്ഷേപിച്ച ഈ ക്രിസ്തുമത വിശ്വാസിനിയെ കാരാഗൃഹത്തിലടച്ച് പീഡനമുറകൾ ആരംഭിക്കൂ. കന്നി തന്റെ ദേഹമൊക്കെ ചീന്തിയവർ പൊളിച്ചിട്ടു ചിന്തി വീഴും ചോര കൊണ്ടു കുതിർത്തു ഭൂമി. ക്രൂരനായ ദുഷ്ടപ്രഭോ മതിയില്ലാതുള്ള ക്രോധ ക്രൂരതയാൽ മുറിവുകൾ ചുട്ടുപന്തത്താൽ
താതയ്യം തകൃതത്തിത്തകതകതയ്യം തകൃതത്തിത്തകതകതയ്യം തരികിടകിടതകതാം താതയ്യം തകൃതത്തിത്തകതകതയ്യം വേദന വേദന ലഹരി പിടിക്കും വേദന. ഞാനതിൽ മുഴുകിയിടട്ടെ. അറിയാതെ ചെയ്യും ഈ നരരോട് ദയവാൽ പൊറുക്കണേ ക്രിസ്തുദേവ. സ്തുതിക്കുക, വാഴ്ത്തുക, ജൂപ്പിറ്റർ ദേവനെ മാത്രം വണങ്ങുക. ജൂപ്പിറ്റർ മുതലായ ദേവന്മാർ കല്ലും തടിയും പിത്തളയും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ദുഷ്ടരായ അരൂപികളുടെ പ്രതിമകളാണ്. നമ്മുടെ ഈശ്വരന്മാരെ അധിക്ഷേപിക്കുന്ന ഇവളുടെ ദുഷിച്ച നാവ് പൊതുജനമധ്യത്തിൽ വെച്ച് അറുത്തുമാറ്റുക. സകല ക്രിസ്ത്യാനികൾക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. താതയ്യം തകൃതത്തിത്തകതകതയ്യം തകൃതത്തിത്തകതകതയ്യം തരികിടകിടതകതാം പകരം വീട്ടാൻ പക കാട്ടാൻ പാരിൽ കഴിവ് മൃഗങ്ങൾക്കും തെറ്റുക്ഷമിച്ചു മഹത്വത്തിൻ മാറ്റണിയുന്നു നരൻ മാത്രം. കന്നി തന്റെ പുണ്യനാവ് നേരിനോടെ പറിപ്പാനായി പന്നി പോലെ എരിഞ്ഞവൻ തീർപ്പു കൽപ്പിച്ചു. കേൾവിയൂടൻ കന്നി പൈതൽ ശ്രോത്രവാദിയിലെത്തിയപ്പോൾ നായകനെ സ്തുതിച്ചവൾ പാടി നന്നായി. ദുഷ്ടരായ കൊലയാളരോട്ടമായി അടുത്തൂടൻ കഷ്ടമയ്യോ ശിഷ്ടനാവും എഴുതുവേരാൻ. ശുദ്ധവായിൽ നിന്നുടനെ കൊച്ചൊരാളെന്നതുപോലെ രക്തധാര പുറപ്പെട്ടു നനച്ചു സർവം. യേശുനാഥ, പാപികൾക്കു രക്ഷ പകരുവാൻ നീ നിന്റെ ജീവിതം ബലിയായി കാഴ്ചവെച്ചല്ലോ. അതുപോലെ ഞാൻ എൻ്റെ ജീവിതവും അർപ്പണം ചെയ്യുന്നു. കനിവായി ഈ പൂജ സ്വീകരിച്ച് പൂർത്തിയാക്കണം. പുണ്യകന്യേ അനസ്താസ്യ തന്റെ ആത്മം ക്ഷണം തന്നെ പുണ്യശോഭ നിറഞ്ഞുള്ള വിസ്മയത്താലേ ദേഹസത്തുക്കളൊക്കെ ഈ ക്രൂരശോകം ഭവിച്ചപ്പോൾ ദേഹശോഭ കിരീടങ്ങൾ ചൂടിയാനന്ദാൽ പുഷ്യരാഗം പഞ്ചരത്നം വൈരവൈഡൂര്യം മാണിക്യം പച്ചമാരതകമാതി അലങ്കാരത്താൽ സ്നേഹമേറും മണവാളൻ യേശു തന്റെ മന്ദിരത്തിൽ ദാഹമോടെ കുടിവച്ചു മടിയറയിൽ. ആരായിരിക്കണം നിന്റെ മിത്രമെന്ന് നീ തന്നെ തീരുമാനിക്കുക. ആരെന്നോതുക നിൻമിത്രം, ഞാൻ പറയാം നീ ആരെന്ന്. 1000 ആളുകളിൽ നിന്നും തിരയുക നീ ഒരു മിത്രത്തെ. കർമ്മം കൊണ്ട് ജീവിതം ധന്യമാക്കിയ വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ 1871 ജനുവരി 3 ദൈവത്തിങ്കൽ അന്ത്യവിശ്രമം കൊണ്ടു. യുഗസ്രഷ്ടാവായ ആ കർമ്മയോഗി ഒരു സൂര്യ തേജസ്സായി തന്റെ പിന്മുറയ്ക്ക് വെളിച്ചം വിതറി ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. മലയാള നവോത്ഥാന നായകരിൽ പ്രമുഖൻ കതിരാടണ നാടിനു പുണ്യം. കൃപയാളണ വാക്കും കരുണയിടും മനവും മനുജർക്ക് വരമായി എന്നും.
ഈരേഴു 14 ലോകവും നിന്നെ വാഴ്ത്തി വിശുദ്ധനായി മാറ്റി. തകതരികിട തകതാം കിടതികിണാം കിടതകതൈ തകൃതാം കിടതകതരികിടതാം. മലനാടിൻ മക്കളുടെ അഭിമാനമായി നീ മാലോകർത്തൻ മാർഗദീപം. തകതരികിട തകതാം കിടതികിണാം കിടതകതൈ തകൃതാം കിടതകതരികിടതാം. തൊഴുകൈകളോടെ നമിക്കാം വിശുദ്ധ ദേവാധിദേവസുതനല്ലോ. തകതരികിട തകതാം കിടതികിണാം